CPM ഊണുമില്ല ഉറപ്പുമില്ല. കാരണം അതിന് പ്രധാനമായിട്ട് ഏറ്റവും വലിയ ചൊറിച്ചിൽ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയാണ്. പൊതുജനത്തിൻ്റെ മുന്നിൽ ശരിയാണ് എന്ന് പറഞ്ഞ് CPM അവതരിപ്പിക്കുന്ന പലതും വെറും വഴിമാറി സഞ്ചരിക്കലും പ്രൊപ്പഗാണ്ടകളുമായിരുന്നുള്ള. ഫോർ എക്സാമ്പിൾ, അത് നാട്ടുകാർക്ക് മനസ്സിലായി. ഈ പാർട്ടി കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ച ഒരു പുതിയ മേയറുണ്ടല്ലോ, ലോക അവാർഡ് ഇല്ലാത്തൊരു അവാർഡ് എവിടെയൊക്കെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഏറ്റവും പ്രായം ഞാൻ മേയറായിരുന്നു എന്ന് പറയുന്ന ശിവൻകുട്ടി ഈ തരത്തിൽ ആക്ഷേപിക്കുന്നു. ഈ ആക്ഷേപത്തിന് എന്തെങ്കിലും കഴമ്പ്? ഇപ്പോൾ VV രാജേഷ് എന്ന് പറഞ്ഞ പുതിയ മേയർ, BJPയുടെ മേയർ, അഴിമതിയുടെ ഓരോ കഥകളും ഓരോ ദിവസം അതായത് കോർപ്പറേഷൻ്റെ പരിപാടിക്ക് ഈ പറഞ്ഞതുപോലെ ഈ പഴയ മേയർ ആയിരം ഞാൻ IAS പരീക്ഷ വളരെ രസമായിട്ട് ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട്. ഞാൻ IASന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ പിന്നെ പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് IAS വേണ്ടാന്ന് വെച്ചിട്ട് ഇതിൽ വന്നെന്ന് പറഞ്ഞ ആളാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടി. അതിനേക്കാൾ ഏറ്റവും തിളക്കത്തോടുകൂടി BJP 3 സീറ്റ് വിജയിച്ചു. 2 കൂട്ടരും കൂടി ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ച പാർട്ടി 3 സീറ്റ് ജയിക്കുകയും വലിയ തോതിൽ വിജയശതമാനം ഉയർത്തുകയും പല സീറ്റുകളിലും അവർ 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ ഒരു വഴിമരുന്നിട്ടതെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണമാണ്. 50 സീറ്റ് നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിക്കാൻ കഴിയും. അത് വിജയിച്ചതിന് ശേഷം CPM ഊണുമില്ല ഉറക്കവുമില്ല. കാരണം അതിന് പ്രധാനമായിട്ട് ഏറ്റവും വലിയ ചൊറിച്ചിൽ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയായിരുന്നു. അദ്ദേഹം നിരന്തരമായി ഈ കോർപ്പറേഷനെ ആക്രമിക്കുക, ഒരു കാരണമില്ലാതെ. അവിടെ ചവറ് കൂടി കിടക്കുന്നു, ഇവിടെ വെള്ളമില്ല, അവിടെ വെളിച്ചമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി ഇവരെ ആക്രമിക്കുകയാണ്. ആ സമയത്ത് കോർപ്പറേഷൻ ഭരണസമിതി വന്നിട്ടൊരു 3 മാസമായിട്ടുള്ളൂ. ആ 3 മാസം തന്നെ ഏതാണ്ട് ഒരു മാസം അടുപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യാവുകയും ചുരുക്കി പറഞ്ഞാൽ 2 മാസം കിട്ടിയ ഒരു നഗരസഭയാണ്. ആ നഗരസഭയാണ് 40 വർഷം ഭരിച്ച പാർട്ടിയുടെ നേതാവ്, ഞാനും മേയറായിരുന്നു എന്ന് പറയുന്ന ശിവൻകുട്ടി ഈ തരത്തിൽ ആക്ഷേപിക്കുന്നത്. ഈ ആക്ഷേപത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? അതായത് ഇവർക്കിപ്പോൾ ഒരുപാട് സമയം, ഫ്രീ ടൈമുണ്ട്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ നമുക്ക് തർക്കമൊന്നും വേണ്ട. ആ പരിചയത്തിൻ്റെ കൂടുതലാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന CPM കാഴ്ചപ്പാടിൽ ആ കണ്ണോടുകൂടി കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം, മനസ്സിലായോ? ആ അപകടം വളരെ കൃത്യമായി അവർക്ക് ബോധ്യം ഉള്ളതുകൊണ്ടാണ് CPMന് നടാടെ ഇത് നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അവരിത് ചെയ്യും. പിന്നെ നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം പോലൊരു നഗരത്തിൻ്റെ ഭരണസാരഥ്യം BJPക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും എല്ലാ പേരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ പല തലസ്ഥാനങ്ങളും പിടിച്ചിട്ടാണ് BJP ഭരണത്തിൽ വന്നതെന്നുള്ള മറ്റൊരു കാര്യം. പക്ഷെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നിരുന്നാൽ കൂടി പലപ്പോഴും ഈ നമുക്ക് പൊതുജനത്തിൻ്റെ മുന്നിൽ ശരിയാണ് എന്ന് പറഞ്ഞ് CPM അവതരിപ്പിക്കുന്ന പലതും വെറും വഴിമാറി സഞ്ചരിക്കലും പ്രൊപ്പഗാണ്ടകളുമായിരുന്നുള്ള. ഫോർ എക്സാമ്പിൾ, അത് നാട്ടുകാർക്ക് മനസ്സിലായി, അറിയാം. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ താങ്കളെ ഈ പറഞ്ഞതുപോലെ ഒരു സാവകാശം കൊടുക്കണം. നമുക്ക് പറയാം, ഇപ്പോൾ നമ്മുടെ പഴയ MP ശശി തരൂർ എന്താ പറഞ്ഞത്, ഇരട്ട നഗരമാക്കി മാറ്റും ബാഴ്സലോണ. ഇപ്പോഴത്തെ ചെന്ന് കണ്ടാലും കഴിഞ്ഞ ദിവസം നമ്മുടെ മേയർ നമ്മുടെ തമ്പാനൂർ പോയി നിന്ന്, അപ്പോൾ പലപ്പോഴും റെയിൽവേ പോലും വാർത്തകൾ ഞാൻ വായിച്ചതാണ്. അപ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് റെയിൽവേയോട് ഒന്ന് കൃത്യമായി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, അത് കാലം വരുമ്പോൾ തന്നെ ശുചീകരണ പ്രക്രിയ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടുന്നൊരു കാര്യം അതാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിന് പോലും പരിഹാരം കാണാത്ത ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ, നമുക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയത്തിൽ നമുക്ക് യാതൊരു ഒരു കുറവും ഞാൻ പറയുന്ന ആളല്ല. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് സങ്കല്പിച്ചിട്ടാണ് ദിവസം രാവിലെ എഴുതിച്ചിട്ട് ഈ മേയറെ കുറ്റം പറയുക. അത് എൻ്റെ ഒരു കർത്തവ്യമാണ്, പാർട്ടിക്ക് വേണ്ടി എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അത് വളരെ അത് നിസ്സാരമായി തള്ളിക്കളയണം. മറ്റൊന്ന്, ഈ പാർട്ടി കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ച ഒരു പുതിയ മേയറുണ്ടല്ലോ, ലോക അവാർഡ് ഇല്ലാത്തൊരു അവാർഡ് എവിടെയൊക്കെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഏറ്റവും പ്രായം കുറയുന്നതിലല്ല കാര്യം. ഇപ്പോൾ പാലായിലെ നഗരസഭയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. എത്ര മര്യാദ, ആ സംസാരം കേൾക്കുമ്പോൾ പറയാം എത്ര മര്യാദയോടും എത്ര പ്രതിപക്ഷ. ആ കുട്ടി വിദ്യാഭ്യാസമുണ്ട്, ആ വ്യത്യാസമുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഈ പഴയ മേയർ ആയിരം ഞാൻ IAS പരീക്ഷ വളരെ രസമായിട്ട് ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട്. ഞാൻ IASന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്.
അപ്പോൾ പിന്നെ പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് IAS വേണ്ടാന്ന് വെച്ചിട്ട് ഇതിൽ വന്നെന്ന് പറഞ്ഞ ആളാണ്. അല്ല, ഞാനൊന്ന് മറ്റൊരു ദേശീയ മാധ്യമത്തിൻ്റെ ചുമതലക്കാരനായിരിക്കുന്ന സമയത്ത്, കേരളത്തിൻ്റെ ചുമതലക്കാരനായിരിക്കുന്ന സമയത്ത് ഞാൻ ചില ആവശ്യങ്ങളുമായി ഞാൻ നഗരസഭയോട് മേയർ മുന്നിൽ ഞാനും പോയിരുന്നു, പഴയ മേയറെടുത്ത്. പഴയ മേയറെടുത്ത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവം നമുക്കുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരു വനിതയാണ് പുരുഷനായാലും ശരി. അപ്പോൾ അതിനകത്ത് ഇരുത്തി ഒരു പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്തിയിരുന്ന ശിവൻകുട്ടിക്ക് പെട്ടെന്നത് ഈ ഭരണം നഷ്ടപ്പെടുന്ന സമയത്ത് മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല. 50 പേരുടെ എണ്ണം അവർ തേച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 2, ഇനി ഇവരിത് പറഞ്ഞുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഇവരൊരു പദ്ധതിയൊക്കെ മോദി വരികയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ എടുത്ത് പറയേണ്ടി വരും. കേരളത്തിലെ നമ്മുടെ തലസ്ഥാന നഗരിക്ക് അങ്ങനെ ചില ചിന്താഗതികളും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയെ എത്ര കണ്ട് മെച്ചപ്പെടുത്തുകയും ജീവിത സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള അവർക്ക് ഇപ്പോൾ നമ്മുടെ ഈ അഴുക്ക് വെള്ളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. അല്ല സാറേ, ഒരു 10-30 വർഷം മുമ്പുള്ള തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ എത്രയോ കാലം ഞാനും സാറും ഈ പറഞ്ഞ തിരുവനന്തപുരം പല ഭാഗങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സഞ്ചരിച്ചും ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മാറ്റം ഈ പറഞ്ഞ പൾസ് പോലെ അറിഞ്ഞ് വളർന്നവരാണ് നമ്മൾ. ഒരു 10-30 വർഷം മുമ്പ് ഇത്ര വൃത്തിയായിരുന്ന ഒരു നഗരമായിരുന്നു ഈ തിരുവനന്തപുരം നഗരം. അതിനുശേഷം ഈ തുടർച്ചയായി നമ്മൾ ബംഗാളിൽ എങ്ങനെയാണോ CPM തുടർച്ചയായിട്ട് ഭരിച്ചതെന്ന് പറഞ്ഞാൽ തുടർച്ചയായി അവർ ഭരിച്ചോടുകൂടി ഒരു കെയറിങ്ങും ഒരു കാര്യത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ VV രാജേഷ് എന്ന് പറഞ്ഞ പുതിയ മേയർ, BJPയുടെ മേയർ, അഴിമതിയുടെ ഓരോ കഥകളും ഓരോ ദിവസം അതായത് കോർപ്പറേഷൻ്റെ പരിപാടിക്ക് നിലവിളക്ക്, മറ്റേ കിളിവിളക്ക്, വലിയ വിളക്ക് വാടകയ്ക്ക് എടുക്കണമല്ലോ. ആ വിളക്ക് വാടകയ്ക്ക് എടുക്കുന്നതിന് ഇവർ വന്നതിന് ശേഷം വാടകയ്ക്ക് എടുത്തു. 600 രൂപയാണ് ഒരു ദിവസം അതിൻ്റെ വാടക. പക്ഷേ പഴയ ഭരണസമിതിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ 6000 രൂപ വിളക്കിന് വാടക കൊടുത്തിരിക്കുന്നു. 6000 ഉണ്ടെങ്കിൽ ആ വിളക്കൊരെണ്ണം വാങ്ങിക്കാം, ഇതേ സൈസിലുള്ള വിളക്കൊരെണ്ണം വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തുമാത്രം പൈസ വെട്ടിച്ചു. അദ്ദേഹം വേറൊരു കണക്ക് വെളി കൊണ്ടുവന്നു. പുത്തരിക്കണ്ട മൈതാനം ഈ ഓണാവകാശ സമയത്ത് വാടക കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട് വെറും 15000 രൂപയ്ക്ക് ഒരു സർക്കസ് കമ്പനിക്ക് വാടക കൊടുക്കുകയാണ്. എത്രയോ ലക്ഷം രൂപ അതിന് വരേണ്ടതാണ്. അപ്പോൾ കേൾക്കുന്ന ജനങ്ങൾ പെട്ടെന്ന് വിചാരിക്കും 15000 രൂപ സഹായിക്കാൻ വേണ്ട. അങ്ങനെയല്ല, 15000 രൂപ കോർപ്പറേഷൻ വന്നുവെങ്കിൽ 15 ലക്ഷം രൂപ സാഗള പാക്കറ്റിൽ പോകും. അതവർ വേറെ ഈ ഔട്ട് ഓഫ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തത് അത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോരോ അഴിമതികൾ മേയർ വെളിയിൽ കൊണ്ടുവരുന്നതിൻ്റെ അസഹിഷ്ണുതയാണോ ശിവൻകുട്ടിയുടെ ഈ പറഞ്ഞുള്ള ഒരു പെരുമാറ്റത്തിന് കാരണം? സംശയം തന്നെ. ഞാൻ പറയുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഓരോ അഴിമതികളും പുറത്ത് കൊണ്ടുവരിക തന്നെ വേണമെന്നുള്ളതാണ്. അല്ല സാറേ, എന്നെ ഇടയ്ക്ക് ഒരു കാര്യമുള്ള സൂചിപ്പിക്കുക എൻ്റെ കൂടെ ചേർത്ത് പറയാനായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ, പഴയ DGP ആർ ശ്രീലേഖ മാഡം, അവിടെ പഴയ PS പ്രശാന്തിൻ്റെ ഒരു കെട്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായല്ലോ. ആദ്യം ചേർത്ത് തന്നു, CPM വലിയ തോതിൽ പറഞ്ഞു ഞാൻ ഇറക്കി വിടുന്നത് കഴിഞ്ഞു. പിന്നീട് ഒരു ദിവസം ഈ രാഖ്യരാമൻ അദ്ദേഹം പെട്ടിയും പ്രമാണം എടുത്തെടുത്ത് പോകുന്ന രംഗമാണ് കണ്ടത്. അപ്പോൾ അവിടുന്നാണ് ഈ പറഞ്ഞ പോലെ ഇവരുടെ അഴിമതി തുറന്നു കാണിക്കുന്നതിന് എനിക്ക് തോന്നുന്നത് പുതിയ ഭരണസമിതി തുടക്കം കുറിച്ചതെന്നാണ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് വലത് മുന്നണികളുടെ മാത്രം ഭരണമുണ്ടായി എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ സ്കൂൾ യുവജനോത്സവം നടക്കുന്നു. സ്കൂൾ യുവജനോത്സവം നടക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ കാണും വലിയ സ്റ്റേജുകൾ, വലിയ പന്തുകൾ ഒരുക്കി, വലിയ സ്റ്റേജുകളിടും, ലക്ഷങ്ങൾ ചില മുടക്കിയാണ്. അത് ഓരോ തവണയിടും. ഒരു പെർമനൻറ്റ് സെറ്റപ്പിലേക്ക് ഇവർക്ക് പോകാൻ കഴിയാഞ്ഞിട്ടല്ല, ഇതേപോലെയുള്ള അത്രയും വരില്ലെങ്കിലും താരതമ്യേന ചെറിയ കമ്മീഷൻ അടിക്കാനുള്ള സാധ്യത അത് കാലഘട്ടത്തിനനുസരിച്ച്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇവിടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പുരകട്ടം എന്നാണ് പറയുന്നത്. ഈ പുരകട്ടം അവർ പുതിയ ആദ്യം മോഡേൺ സ്റ്റേജസ് വന്നു കഴിഞ്ഞാൽ ഇളക്കി മാറ്റിക്കൊണ്ട് പോർട്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഇപ്പോൾ ഇളക്കി മാറ്റിക്കൊണ്ട് പോകാം ഒക്കെ വരുന്ന സ്റ്റേജുകളാണുള്ളത്. അപ്പോൾ ഇവർ ഒരിക്കലും തന്നെ ഇതിന് പെർമനൻറ്റ് സൊല്യൂഷന് വേണ്ടി ഇവരൊരിക്കലും ചിന്തിക്കുന്നേയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തിരുവനന്തപുരം പോലൊരു നഗരം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് വളരെ കൃത്യമായിട്ട് ഇത്തരം അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. വാസ്തവത്തിൽ അവർ വിഭാവന ചെയ്യുന്ന തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാനും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അത് സമയബന്ധിതമായി ആൾക്കാരെ കൂടി യോജിപ്പിച്ചുകൊണ്ട്, പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായം ഏകോപിപ്പിച്ചുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് എത്രയും പെട്ടെന്ന് ഈ ഭരണം അവസാനിക്കും മുമ്പ് കൃത്യമായി നടപ്പിൽ വരുത്തിയാൽ അതോടൊപ്പം തന്നെ ഈ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരികയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, സ്വന്തം പല്ലട കുത്തി നാറ്റിക്കാന്ന് പറയുന്ന സാധനമുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടാവില്ലേ വിളപ്പിശാല സമരം? ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണല്ലോ എടുത്ത ചവറെല്ലാം കൂടെ കൊണ്ട് വിളപ്പിശാല പഞ്ചായത്തിൻ്റെ ഭാഗത്തുകൊണ്ട് തട്ടി
അവിടെ ഒരു സംസ്കരണ കേന്ദ്രം എന്ന് തുടങ്ങി ചുമ്മാ കൂട്ടിയിട്ട് അവസാനം ജനങ്ങളവിടെ എത്രയോ മാസമാണ് അവിടെ സമരം ചെയ്തത്. അതിൻ്റെയൊക്കെ കെടുതി ഇപ്പോഴും ആളുകൾ അനുഭവിക്കേണ്ട ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് ഈ 45 വർഷം ഇവിടെ ഭരിച്ചിട്ടും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു പാർട്ടിയായിരുന്നു CPM. അപ്പോൾ ഈ കഴിവുകേടുകളൊക്കെ ഇവർ പിന്നെ മറച്ച് വെച്ചിട്ടാണ് ഈ 2.5 മാസം കൊണ്ട് അവിടെ ചവറ് കിടക്കുന്നു ഇവിടെ ചവറ് കിടക്കുന്നു എന്നുള്ള വ്യാജ പരാതികൾ ഉന്നയിച്ച് ഈ കോർപ്പറേഷൻ ഭരണത്തെ സമ്മർദ്ദത്തിലാക്കിയത്. പക്ഷേ ആ സമ്മർദ്ദത്തിൽ മേയർ വീഴുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അത് വീഴുന്നില്ല എന്നാണ് പൊതുവെ മനസ്സിലാവുന്നത് അല്ലേ? അല്ല, അതിനകത്ത് ഇതിലത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ ലക്ഷ്യം തിരുവനന്തപുരത്തിന് ആരും കണ്ടാൽ മോഹിക്കുന്ന ഒരു നഗരമാക്കി മാറ്റാൻ, പൈതൃക നഗരമാക്കി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു കേരളത്തിൽ മറ്റ് നഗരസഭകളും ഇതേ വഴിയിൽ ചിന്തിക്കും. അവിടെയാണ് ജനം ജാതിയും മതവും ചേർന്ന് മറന്ന് വോട്ട് ചെയ്തത്. കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ചില കാര്യങ്ങളോട് ചെയ്ത് തന്നെ തീരണം. അതായത് വളരെ എന്താണ് ഗൗരവത്തോടെ മതവും ജാതിയും നോക്കി കാണുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളത്തിലേത്, തർക്കം വേണ്ട അതിനകത്ത്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന വികസനവും ഈ ഒരു ആധുനികവൽക്കരണം നമ്മുടെ ഇവിടെ നടന്നേ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഇത് ചിന്തിച്ചാൽ അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ നാളിതുവരെ എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് പുറത്തേക്ക് വരും. കേരളത്തിൽ ഇത് തിരുവനന്തപുരം മാത്രമല്ല നഗരസഭ, വേറെ 5 നഗരസഭകളുണ്ട്. അവിടെയുള്ള മേയർ ആണെന്ന് കേരളീയർക്ക് അറിഞ്ഞുകൂടാ ആരാണ് മേയറെന്ന്. അതെല്ലാം UDFൻ്റെ ആളുകളുമാണ്, CPM അടുത്തുമില്ല. എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കി VV രാജേഷ് മാത്രം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, ഇതിൽ നിന്ന് പടർന്നു കയറും. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ കാനൽ ഒരു തരി മതി എന്ന് പറഞ്ഞല്ലോ, ഇവിടെ സാമ്പിളായിട്ട് വന്നു കഴിഞ്ഞു. ഇത് സാമ്പിൾ മാത്രമാണ്. അത് പടരും എന്നുള്ള ഭയം കൃത്യമായിട്ടുണ്ട്. ഒറ്റ എക്സാമ്പിൾ ഉദാഹരണത്തിന് കോഴിക്കോട് നല്ല ഉദാഹരണമാണ്. കോഴിക്കോട് ഈ രണ്ടിടത്തും നമ്മൾ എത്രയും വർഷങ്ങൾ നമ്മൾ അവിടെ താമസിച്ചു. സ്വാഭാവികമായിട്ടും ഈ കോഴിക്കോട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വളരെ പണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ വളരെ പണ്ട് കണ്ണൂർ എക്സ്പ്രസ് 9:45 10:45 ഒക്കെ ആയിരുന്നൊരു കാലമുണ്ട് പണ്ട്. ഇന്ന് അത് 8:45 കണ്ടാണ്. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മുടെ കണ്ണൂരുകാരൻ ഒരു സുഹൃത്തും അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് വളരെ പെട്ടെന്നുണ്ടായൊരു മഴ, വല്ലാത്തൊരു മഴ അന്ന് പെയ്യുന്നു. അന്ന് ഈ ഒരു സ്ലോപ്പിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ അത് അകത്തും വെള്ളം വീഴുമ്പോൾ അന്നത്തെ പോലെ വലിയ മുകളിൽ ഷീറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചരിവുണ്ടായിരുന്നു. ഈ മഴ പെയ്യുകയും ഈ വെള്ളം വലിയ തോതിൽ ഈ ഒരു സ്ലാബിലേക്ക് വരികയും സ്ലാബിലൊക്കെ വെള്ളം അകത്തേക്ക് പോകാനായിട്ട് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ഈ ഹോളുകളിൽ കൂടി പെട്ടെന്ന് അകത്തേക്ക് പോവുകയും ഇത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യം അവസാനമായി ഒരു വലിയ കാഴ്ച ഞാൻ കണ്ടു. എവിടെ നിന്നാണെന്നറിയില്ല, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പാറ്റകൾ പാറ്റകത്തുന്നത്. അന്ന് ആ വണ്ടി താമസിച്ചാണ് വിട്ടത്. മരണോപ്പളം നമ്മൾ പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും പാറ്റകൾ ഇതിനകത്തുണ്ട്. ആ വെള്ളം അവർ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതേപോലെയുള്ള ഇനി ഇഴജന്തുക്കളായാലും ശരി, തമ്പന്ന് ചെന്നാൽ അറിയാമല്ലോ, ഈ പട്ടികൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് കേരളത്തിലെ നഗരസഭയുടെ സാഹചര്യം. ആ ഒരു സാഹചര്യം ഇപ്പോഴും ഞാൻ ഉറപ്പ് പറയുന്നു. മേയറുടെ കണ്ണ് എന്തുകൊണ്ടാണ് ആ ഭാഗത്ത് എത്താത്തതെന്ന് നമുക്കറിയില്ല. നിങ്ങൾ അതൊന്ന് ചെന്ന് നോക്കൂ. ഈ പരിസരത്ത് ഒരു പട്ടി ഉണ്ടാവില്ല. അതിനു വേണ്ടിയുള്ള ഇടപാടുകളും സംസാരവും റെയിൽവേയായിട്ട് നടത്തണമെന്നേ. അത് റെയിൽവേയുടെ അധികാരത്തിലുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കും. അതിന് CPM വല്ലോ സഹായം അടങ്ങും അതും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനെ ഈ പറഞ്ഞ സമയം കൊടുക്കണമല്ലോ. 2.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 2.5 മാസം കൊണ്ട് ഇവർ ഈ പറയുന്നതിനകത്ത് യാതൊരു ന്യായീകരണവുമില്ല. ഈ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങൾ ഇത് ഭരിച്ച് ഏതാണ്ട് ഈ വളർച്ച മുരടിപ്പിച്ച് കളഞ്ഞ അവസ്ഥയിൽ ഈ 2-3 മാസം കൊണ്ട് എല്ലാം കൂടി എടുകൊടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും VV രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ മേയർ എനിക്ക് തോന്നുന്നു C ജയൻബാബുവിന് ശേഷം വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു മേയറായിട്ടാണ് ഇതുവരെ അതിൻ്റെ പ്രവർത്തനം കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഫീൽഡിൽ ഇറങ്ങി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പിന് അദ്ദേഹം വഴങ്ങുന്നില്ല. പല തരത്തിലും ഈ പറഞ്ഞ CPMൻ്റെ അജണ്ട ഉപയോഗിച്ച് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ ഈ ക്രോസ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരിയായ നിലപാടിൽ നിന്ന് അദ്ദേഹം ഈ കർക്കശക്കാരനാവുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതോ ഒന്നും കണ്ടിട്ടില്ല. ഇത്രയും പക്വതയുള്ള ഒരു നഗരസഭ പിതാവിനെ കിട്ടിയത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും ഈ വരുന്ന ആളുകൾ ഇവരുടെ ടൈം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരത്തിനെ അടിമുടി മാറ്റും എന്നുള്ള കാര്യത്തിൽ എന്തായാലും നമുക്ക് തർക്കമൊന്നും. നമുക്ക് വഴിയെ നമുക്ക് ഈ തിരുവനന്തപുരത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും പക്ഷേ അദ്ദേഹത്തിനെല്ലാം ശ്രദ്ധിക്കാൻ ഉള്ള സാധ്യത ഇല്ല എങ്കിൽ അത് നമുക്ക് പല വീഡിയോകളിൽ നമുക്ക് വളരെ അത്യാവശ്യം പെടുന്ന കാര്യങ്ങൾ നമുക്കത് ചർച്ച ചെയ്ത് പോവാം. ശരി.